ഖുർആൻ പറയാ വഖദിന മിൻകും മീസാകൻ ഗലീളാ ഒരു പരിശുദ്ധമായ ഉടമ്പടിയാ യുവൻ ഐക്യരാഷ്ട്രസഭയേക്കാൾ ഉടമ്പടിയാണിത്. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് അടിക്കില്ല മർദ്ദിക്കില്ലെന്ന് പറഞ്ഞ് വിളിക്കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ, നമ്മുടെ മക്കളെ പ്രസവിച്ചു തന്ന ഭാര്യ, നമ്മളെ കാത്തിരിക്കുന്ന ഭാര്യ, വീട്ടിൽ നിന്നിറങ്ങിയാൽ തിരിച്ചിറങ്ങുന്നത് വരെ കാത്തിരിക്കുന്ന ഭാര്യ. ഇന്ന് ഇൻഷാ അല്ലാഹ് വഴുത് കഴിഞ്ഞിട്ട് 1 മണിയുടെ ട്രെയിനിൽ ഞാൻ മംഗലാപുരത്ത് നിന്ന് കയറും. ഉച്ചയ്ക്ക് ഇൻഷാ അല്ലാഹ് കൊല്ലത്ത് 12:30 റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും. അതിന് കയറുമ്പോഴും ഭാര്യ ചോദിച്ചു എപ്പോഴാണ് ട്രെയിന്? സഹോദരങ്ങളെ, അവസാനം 12:30 വീട്ടിലെത്തുന്നത് വരെ ഓരോ മണിക്കൂർ അലാറം വെച്ച് ചോദിക്കുന്ന ഭാര്യ. വാക്കവി മരിച്ചു എന്നൊരു വാർത്ത കേട്ടാൽ ആ വാർത്ത പോയി പറയാൻ നിങ്ങൾ കഷ്ടപ്പെടുന്നത് എന്റെ ഭാര്യയുടെ മുമ്പിലാ. കബീർ വാക്കവി മരണപ്പെട്ടു എന്നാൽ അത് പറയാൻ വിശ്വസിപ്പിക്കാൻ എന്റെ ഭാര്യയെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾ പാടുപെടും. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അലാറം വെച്ചെഴുന്നേറ്റിട്ട് എവിടെ എത്തി എന്ന് ചോദിച്ച് വാതിലിന്റെ മുമ്പിൽ മുഖം കാണുന്നത് വരെ ആസക്തിയുള്ള ഭാര്യ. നമ്മുടെ മക്കളെ പ്രസവിച്ചു തന്നവൾ. നമ്മൾ പറയും വഴക്കുണ്ടാകുമ്പോ എന്റെ മക്കളെ എനിക്ക് തന്നേരടി പറയാൻ നമുക്കെന്ത് അർഹതയാണുള്ളത്? പ്രസവ വേദന നമ്മൾ അറിഞ്ഞില്ലല്ലോ, പാലൂട്ടി നമ്മൾ വളർത്തിയില്ലല്ലോ. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിന്റെ ഭാര്യ, കാമുകിക്ക് വേണ്ടി സമയം കളയുന്നവരെ, മറ്റുള്ള പെണ്ണിനെ വന്നിക്കുന്നവരെ, ആത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതേവരെ നിന്റെ ഭാര്യയോട് പരാതിയും പരിഭവമല്ലാതെ ഇന്നേവരെ നീ എവിടെ കണ്ണിലേക്കൊന്ന് തുറിച്ചു നോക്കിയിട്ടുണ്ടോ? എല്ലാം കഴിഞ്ഞു വരുമ്പോ ഒരു നിമിഷം നീ അവളുടെ കണ്ണിലേക്കൊന്ന് സ്നേഹത്തോടെ തുറിച്ചു നോക്കിയിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവളുടെ തലമുടിയുടെ ഇടയിലൂടെ നിന്റെ കൈവിരലുകൾ കൊണ്ട് നീ ഒന്ന് തഴുകി തലോടി കൊടുത്തിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പുറകിലൂടെ ചെന്നിട്ട് അവളുടെ ചെവിയിൽ നീ ഒരു ചുംബനം കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ കാമുകിക്ക് കൊടുക്കാറുള്ളതല്ലേ? അല്ല മോനെ ചെറുപ്പക്കാരാ, അവളുടെ ചെവിയുടെ പുറകിൽ നീ ഇന്നേ വരെ ഒരു മുത്തം കൊടുത്തിട്ടുണ്ടോ? വല്ലപ്പോഴെങ്കിലും ചെറിയ സമ്മാനങ്ങൾ നീ അവൾക്ക് കൈമാറി കൊടുത്തിട്ടുണ്ടോ? കാമുകിക്ക് എത്ര കൊടുത്തടാ, എത്ര പ്രാവശ്യം വിളിച്ചടാ? വല്ലപ്പോഴെങ്കിലും ചെറിയ വിവാഹത്തിന്റെ വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു ചെറിയ സമ്മാനം നീ ഇവൾക്ക് കൈമാറി കൊടുത്തിട്ടുണ്ടോ? എല്ലാവരും കിടന്നുറങ്ങി രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ നിനക്ക് ഭക്ഷണം വെച്ച് വിളമ്പി അവസാന കിടപ്പറയിലേക്ക് വന്ന് ബെഡ്റൂമിൽ കിടക്കുന്നതിന് മുമ്പ്, ഉറക്കത്തിന് മുമ്പ് അവളുടെ അടുത്തിരുന്നിട്ട് മടിയിൽ തല വെച്ചിട്ട് അല്പനേരം കൊച്ചു വർത്തമാനം നീ പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് വേണ്ടി ഭക്ഷണം വിളമ്പി വെച്ചിട്ട് അവള് കാത്തിരിക്കുമ്പോ, പാതിരാത്രി വൈകി വരുമ്പോ ഒരിക്കലെങ്കിലും ഞാൻ വൈകി വന്നതിന് നീ അവളോടെ കയ്യിൽ പിടിച്ചിട്ടൊരു ക്ഷമാപണം നടത്തിയിട്ടുണ്ടോ? നിനക്ക് ഭക്ഷണം വെച്ചിട്ട് വിളമ്പിയിട്ട് നിനക്കത് വിളമ്പി തരുമ്പോ അത് മുഴുവനും കടിച്ചുകൊണ്ടിരിക്കവേ നിന്റെ പുറകില് നാണത്തോടെ നിൽക്കുമ്പോ ഈ ഭക്ഷണം നന്നായി മോളെ ഒരിക്കലെങ്കിലും നീ അവിടെ അഭിനന്ദിച്ചിട്ടുണ്ടോ? ആരാരുമില്ലാത്ത സമയത്ത് കിടപ്പറയിലോട്ട് പോകുമ്പോ അവളുടെ കൈവിരലുകൾക്കിടയിലേക്ക് നിന്റെ കൈവിരലുകളെ നീ കയറ്റി വെച്ചിട്ടുണ്ടോ? അല്ലാഹു നമ്മുടെ വിരലുകളുടെ ഇടയിൽ വേണമെന്നത് എന്തിനാ? അത് കാമുകിയുടെ കൈപിടിച്ച് കടൽ തീരത്തൂടെ നടക്കാനല്ല, അത് നമ്മുടെ ഭാര്യയുടെ വിരലുകൾക്കിടയിലേക്ക് നമ്മുടെ വിരലുകൾ കോത്തുവെച്ച് അവളുടെ സങ്കടത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഞാനുണ്ട് കൂടെ എന്ന് നീ ആയുസ്സിൽ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ? ചെറുപ്പക്കാരാ, അവളൊരു വസ്ത്രമിട്ടിട്ട് വന്നു നിൽക്കുമ്പോ ഓളെ എത്ര മൊഞ്ചാണ് നിന്നെ കാണാൻ ഈ വസ്ത്രത്തിലെന്ന് നീ അവളെ ഒന്ന് നിന്റെ നാവ് കൊണ്ട് പ്രശംസിച്ചിട്ടുണ്ടോ? അവളുടെ കയ്യിലിട്ട മൈലാഞ്ചി ചോപ്പ് അറിയാതെയെങ്കിലും നീ ഒന്ന് ആ വിരലിൽ കൈപ്പത്തിയിൽ പിടിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും അവളുടെ കണ്ണിലൂടെ കണ്ണുനീര് തടം തള്ളിയാ തുടങ്ങിയപ്പോ നിന്റെ വിരലുകൾ കൊണ്ട് ആ കണ്ണുനീരൊന്ന് തുടച്ചു മാറ്റിയിട്ട് 1000 വിഷമങ്ങളും പ്രയാസങ്ങളും ആ പാവപ്പെട്ട പെണ്ണിന്റെ ഹൃദയത്തെ മതിക്കുമ്പോ അവൾ വന്നിട്ട് നിന്നോട് ഒരാട് പരാതിയും പരിഭവങ്ങളും പരിദേവനങ്ങളും പരിതാപങ്ങളും പറയുമ്പോ ആ സമയത്ത് നിന്റെ വീട്ടുകാരെ കുറിച്ചോ മറ്റു പലതിനെയും കുറിച്ച് നിന്റെ ഭാര്യ നിന്നോട് അവലാതി പറയുമ്പോ അവളുടെ കണ്ണു നിറയവേ ആ സമയത്താരും കാണാതെ അവളുടെ കഴുത്തിലൂടെ കൈയിട്ടിട്ട് നിന്റെ നെഞ്ചോട് ചേർത്തവളെ വെച്ചിട്ട്
നിന്റെ വിരലുകൾ കൊണ്ടവളുടെ കവിൾ തുമ്പിൽ വന്ന കണ്ണുനീര് തുടച്ചു കളഞ്ഞിട്ട് ആരൊക്കെ നിന്നെ വിഷമിപ്പിച്ചാലും എന്തൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിലും ഞാനുണ്ടല്ലോ മുത്തേ ഒന്നൊരേ ഒരു പ്രാവശ്യം നിന്റെ പെണ്ണിനോട് നിന്റെ ഭാര്യയോട് നീ പറഞ്ഞിട്ടുണ്ടോ മോനെ? കാമുകിക്ക് വേണ്ടി വർഷത്തിന് ഒരു ദിവസം മാറ്റിവെക്കുന്നവരെ ലോകത്തിലെ ഏറ്റവും വലിയ കാമുകി നമ്മുടെ ഭാര്യ. അതുകൊണ്ടാണ് 14 രാവിലെ പൗർണമി തിങ്കൾക്കര തെളിച്ചു നിൽക്കുമ്പോ തന്റെ ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ട് ചാരി വെച്ച കുടിലില് പ്രിയപ്പെട്ട ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടന്ന മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ പോയാൽ അവിടെ ഒരു മസ്ജിദ് സബക്കുണ്ട്. അതിന്റെ പേര് മസ്ജിദ് സബക്ക് എന്നാണ്. മത്സരം നടന്ന പള്ളി. ഏത് മത്സരമാണ് നടന്നതെന്നറിയോ? ആയിഷ ബീവി പറയാ, ഞാനും എന്റെ ഹബീബായ നബി തങ്ങളും അവിടെ വെച്ച് ഓട്ട മത്സരം നടത്തി. ഞാനെന്ന് മെലിഞ്ഞിരിക്കുകയാ. ആ ഓട്ട മത്സരത്തിൽ ഞാൻ ജയിച്ചു. കുറെ നാള് കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആദ്യത്തെ മത്സരത്തിൽ തോറ്റുപോയി. കുറെ നാള് കഴിഞ്ഞപ്പോ എന്റെ ശരീരത്തിൽ മാംസം ഇങ്ങനെ വണ്ണം വെച്ചപ്പോ മുത്ത് റസൂൽ എന്നോട് പറഞ്ഞു, ഇന്നോണാം ആയിഷ. ഓർത്തു നോക്ക് നിങ്ങൾ. തടി വെച്ചപ്പോ പറഞ്ഞു ഇന്നോണാം ആയിഷ. രണ്ടാമതോടിയപ്പോ ശരീരത്തിന് വണ്ണം കൂടിയത് കൊണ്ട് ഞാൻ കതച്ച് തോറ്റുപോയി. ലോകത്തേത് കാമുകനും കാമുകിമാണ് ഇതിനപ്പുറത്തേക്ക് പ്രണയം പങ്കുവച്ചത്? ഏതവസ്ഥയിലാണ് ഈ പ്രണയമെന്നറിയോ? ആയിഷ ബീവി പറയാ, ഞങ്ങൾക്ക് ജീവിക്കാൻ പട്ടിണിയായിരുന്നു. ഒരിക്കൽ റസൂലുള്ള വന്നിട്ട് പറഞ്ഞു, ആയിഷ വിശക്കുന്നു മോളെ, ഒന്നുമില്ല വീട്ടില്, ഒന്നുമില്ല നബിയെ, എന്നാ ഞാനെന്ന് സുന്നത്ത് നോമ്പ് പിടിച്ചുകൊള്ളാം ആയിഷ എന്ന് പറഞ്ഞിട്ട് എന്നെ ഹബീബായ നബി ഞങ്ങളുടെ റൂമിന്റെ മൂലയിൽ പോയി മത്സ്യം ചുരുണ്ട് കിടക്കുന്നത് പോലെ കാൽമുട്ടുകളെ വയറ്റിലേക്ക് ചേർത്ത് വെച്ച് ചുരുണ്ട് കിടന്നു. കണ്ടിട്ടെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. വാതല് പിടിച്ച അല്ലാഹുവിന്റെ റസൂലും എന്റെ ഭർത്താവിന്റെ ഒട്ടിയ വയറ് കണ്ടിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മെല്ലെ നടന്നുപോയി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്ന് നിന്നിട്ട് ആ ഒട്ടിയ വയറ്റിലേക്ക് എന്റെ വലത്തെ കൈകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടിയ വയറ്റിന് ഞാൻ തടകി കൊടുത്തു. ഹബീബായ നബി ഞങ്ങൾ ചാടി എഴുന്നേറ്റ് ചോദിച്ചു, എന്തേ ആയിഷ, എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. അങ്ങയുടെ ഒട്ടിയ വയറ് കണ്ടിട്ട് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ഭാര്യമാര് സാധുക്കളല്ലേ അവര്? നമ്മുടെ ഭാര്യമാര് നമ്മുടെ ജീവിതത്തിന്റെ താങ്ങും തണലുമല്ലേ? എന്ത് വിഷമമുണ്ടായിട്ട് രാത്രിയിൽ ഉറക്കമില്ലാതെ കിടക്കുമ്പോ ഇടയ്ക്ക് ജോലിക്ക് നിങ്ങൾ ഉറങ്ങിയില്ലേ? ഇല്ല. എന്റെ ടെൻഷനാണ് മോളെ. ആ സമയത്ത് കരുത്തിലൂടെ കൈയിട്ടിട്ട് മരിക്കുന്നത് വരെ ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന അവരുടെ ആശ്വാസം തരുന്ന ഹൃദയത്തിന്റെ തണുപ്പ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സമയം വൈകിയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഭാര്യമാരെ പ്രണയിക്കാൻ കരുതുക. ഏറ്റവും നല്ല പ്രണയം ഭാര്യയോടാണ്. കവിത പാടേണ്ടത് പെണ്ണിനോടാണ്. കവിത പാടേണ്ടത് പെണ്ണിനോടാണ്. നമ്മളൊക്കെ പെണ്ണുങ്ങളോട് കാമുകിയോട് കഥ പാടാറുണ്ട്. ഭാര്യയോട് പറയണമെന്നാകെ തൗഫീക്ക് നൽകട്ടെ. പണ്ടൊക്കെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സൗഹൃദമുണ്ട്. ഗൾഫിൽ നിൽക്കുമ്പോൾ ഫോണില്ല, മൊബൈലില്ല, കത്താണ് എഴുതുന്നത്. ഇംഗ്ലണ്ടില് കത്തെഴുതിയിട്ട് ആ കത്ത് 3 ദിവസം കഴിഞ്ഞ് പോസ്റ്റ്മാനെ കാത്തിരുന്ന് പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് കയ്യിൽ കൊടുത്ത് അത് പൊട്ടിച്ചു വായിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അതാണ് പ്രണയത്തിന്റെ സുഖം. അതിനെത്രയെത്ര വിശേഷങ്ങളാണ്. ഞാൻ വെച്ച തൈമാവ് പൂത്തിയിട്ടുണ്ടോ, നമ്മുടെ വരിക്കയിൽ ചക്കയുണ്ടോ. ഇന്നലകളുടെ നാട്ടുവിശേഷങ്ങൾ പ്രണയത്തിന്റെ അക്ഷരങ്ങളായി കുറിച്ചിടപ്പെട്ട ഇന്നലകളെവിടെ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യ, അയൽവക്കക്കാരന്റെ ഭാര്യയല്ല. ദ നെയ്ബേഴ്സ് വൈഫ് ഈസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ. അയൽവക്കക്കാരന്റെ ഭാര്യ നമ്മുടെ കണ്ണിൽ എപ്പോഴും സുന്ദരിയാണ്. ദ നെയ്ബേഴ്സ് വൈഫ് ഈസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ.
അയൽപക്കക്കാരന്റെ ഭാര്യ നമ്മുടെ കണ്ണിൽ എപ്പോഴും സുന്ദരിയാണ്. നമ്മുടെ ഭാര്യയുടെ സൗന്ദര്യം അറിയണമെങ്കിൽ അയൽപക്കക്കാരന്റെ വീടിന്റെ മുകളിൽ കയറിയിട്ട് നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് നമ്മുടെ വസ്ത്രം കഴുകി അയലിട്ട് ഉണക്കുന്ന ഭാര്യയെ നോക്കണം. അപ്പോഴെ അവളുടെ സൗന്ദര്യമാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ.